അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്നും എന്തൊക്കെ കൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതും എന്നൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ അത്രയ്ക്കും അത്യാവശ്യമുള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ മിക്കതും പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് കേട്ടേ പറ്റുള്ളൂ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശമാണെങ്കിൽ മോശമാണെന്നും തന്നെ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നാരങ്ങ നീരാണ് കേട്ടോ, ലെമണാണ് നാരങ്ങ നീര്. അപ്പോൾ ഈ നാരങ്ങ നീര് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിൻ്റെ റീസണാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നാരങ്ങ നീര് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈറ്റിങ്ങിന് ഇടയ്ക്ക് മിന്നുന്നുണ്ടല്ലേ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സാരമില്ല, എന്തായാലും അത് വിട്ടുകളയാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാരങ്ങ നീരിൽ നല്ല രീതിയിൽ അസിഡിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവാനും അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഇറിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ടും ചാൻസ് കൂടുതലാണെന്നല്ല, വളരെ നല്ല രീതിയിൽ ഇത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നാരങ്ങ നീര് നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മൾ പലരും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെയുള്ളവർ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ തന്നെ മുഖം കഴുകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി നാച്ചുറലായിട്ട് തന്നെ ഒരു ഗ്ലോ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്ലോ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ചൂടുവെള്ളത്തിൽ, അതായത് നല്ല ചൂടുവെള്ളത്തിൽ മുഖം കഴുകരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പം ഈ ചൂടുവെള്ളത്തിലല്ലാതെ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ മുഖം കഴുകാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മുഖക്കുരുവൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട്, കളയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. എന്നും വെച്ചിട്ട് നാളെ എല്ലാവരും പോയി ടൂത്ത് പേസ്റ്റ് എടുത്ത് മുഖത്ത് തേക്കരുത്. കാരണം ടൂത്ത് പേസ്റ്റ് മുഖക്കുരുവിൻ്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും, സ്കിന്ന് ഡ്രൈ ആവും, അതുപോലെ തന്നെ സ്കിന്നിങ്ങനെ ചുവന്ന് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ചുവപ്പല്ല, വളരെ മോശമായിട്ടുള്ള രീതിയിൽ നല്ല ഒരു ചുമന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതലാണ്. അതുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര സ്ക്രബുകളാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഷുഗറിൻ്റെ സ്ക്രബുകൾ. അതായത് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, കോഫി ഷുഗർ മിക്സ് ചെയ്ത്, അത് ഓവറായിട്ട് ഷുഗർ ആഡ് ചെയ്യരുതെന്നാണ് കേട്ടോ ഇതിൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കുന്നതിന് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അണുബാധ ഉണ്ടാകുകയും അതുപോലെ തന്നെ സ്കിന്ന് ഇറിറ്റേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ കാരണമാവുന്നതുകൊണ്ടാണ് ഈ പഞ്ചസാര സ്ക്രബുകൾ അധികം നമ്മുടെ മുഖത്ത് ഒരുപാട് അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. അതായത് പഞ്ചസാര നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചാലും കുഴപ്പമില്ല, അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ലോഷനാണ്. നമ്മുടെ സ്കിന്നിൽ കട്ടിയുള്ള ഭാഗങ്ങൾ, അതായത് കൈ, കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ലോഷൻ പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലേ. ആ പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ടൊന്നല്ല, ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള സുഷിരങ്ങൾ അടയാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ടും മുഖക്കുരു ഉണ്ടാവാൻ വേണ്ടിയിട്ടും കാരണമാവും.
അപ്പോൾ ഇതുകൊണ്ടാണ് ബോഡി ലോഷൻസ് ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇനി അടുത്തത് 6ാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്പ്രേ ആണ് കേട്ടോ. നമ്മൾ ഹെയർ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾക്ക് മുഖത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് അലർജി ഉണ്ടാക്കാനായിട്ടും മുഖക്കുരു ഉണ്ടാവാനായിട്ടും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഹെയർ സ്പ്രേ അടിക്കുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ആവാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസർ ആണ്. നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൈ ഒന്നും വാഷ് ചെയ്യാൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെയല്ല, നമ്മൾ അറിയാതെ ആണെങ്കിൽ നമ്മൾ ഫേസിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ പോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് അലർജി ഉണ്ടാവാനും സ്കിന്ന് നല്ല രീതിയിൽ മുഖക്കുരു ഉണ്ടാവാനും പിന്നെ നിരവധി സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവാനും നല്ല രീതിയിൽ ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സാനിറ്റൈസർ ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ഇനി 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ ഉള്ള ചെളികളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അത് തന്നെയല്ല, നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ അലർജി ഉണ്ടാവാനായിട്ടും ഇറിറ്റേഷൻ ഉണ്ടാവാനും നിരവധി സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാനുമായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളൊക്കെ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് ചാൻസ് കൂടുതലാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫേസിൽ തന്നെയല്ല നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയിൽ നല്ല രീതിയിൽ ഉയർന്ന ആൽക്കലൈൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ നോർമൽ pH ലെവൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള അലർജി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനും ഇൻഡയറക്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാനും പാടില്ലാത്ത കുറച്ച് സാധനങ്ങൾ. നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.